അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും നമ്മൾ പ്രാവിനെ പറത്താൻ ഇന്ന് ടൈം കയറ്റാനുണ്ട്. അപ്പോൾ ടൈം കയറ്റുന്നത് കൊണ്ട് 2 മാത്രമേ വിട്ടിട്ടുള്ളൂ. എല്ലാത്തിനൂടെ വിട്ടാൽ ടൈം കയറത്തില്ല. മറ്റതിനെ പറത്തി പഠിപ്പിക്കാനുള്ളത് കൊണ്ടാണ് കൂടുതൽ എണ്ണത്തിനെ കയറ്റുന്നത്. ഇന്ന് താണ്ടെ നമ്മൾ ടൈം കയറ്റാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. ഏകദേശം ഇവരെ ഞാനൊരു 9 മണിക്കൂർ അടുപ്പിച്ചാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഇന്നും ഇവരെ നൈറ്റിൽ തന്നെയാണ് ഇറക്കാനുള്ള ഉദ്ദേശവും. രാവിലെ വിട്ടതാണ്, ഇനിയിപ്പോൾ നൈറ്റിൽ ഇറക്കാനുള്ള ഉദ്ദേശം തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതിനെയൊക്കെ പറത്തുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെറിയ അവിടെ ഇരുന്നുകൊണ്ട് പ്രാവൊക്കെ കുറച്ച് വിറ്റാമിനൊക്കെ കൊടുക്കണം. അപ്പം ചുമ്മാ അവിടെ ഇരിക്കുകയല്ലേ, വെറുതെ ഇരുന്ന് പ്രാവിനെ മേലെ നോക്കിക്കൊണ്ടിരുന്നാലോ എന്ന് വിചാരിച്ചിട്ട് പ്രാവൊക്കെ കുറച്ച് ഗ്രിറ്റ് കൊടുക്കാമെന്നുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ 2 ചുടുകട്ട ഇഷ്ടിക എടുത്തുകൊണ്ട് വന്നിട്ട് നേരെ കൊണ്ടുവന്ന് അവരെ കൂട്ടിൽ വെച്ച് അവർ കൂട്ടിൽ വെച്ച് കൊടുത്താൽ തന്നെ അവർ കൊത്തി തുടങ്ങും. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ഒരു ചിറ്റിലെടുത്ത് ഹാമർ എടുത്തിട്ട് 2-3 ചെറിയ തട്ടുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉഷാറായിട്ട് കഴിച്ചോളുകയും ചെയ്യും. അതിനിടയ്ക്ക് പ്രാവുകളെ പറത്തുന്നതും കാണാം. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പ്രാവുകൾക്ക് ഇപ്പം നമ്മൾ ഗ്രിറ്റ് കൊടുക്കുമ്പോൾ വലുതായിട്ട് നമ്മൾ ഇന്ന സാധനങ്ങൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കൈ കിട്ടുന്ന എന്താണ് ഒരു ഇഷ്ടികത്തുണ്ടായിരുന്നാലും എടുത്തുനിന്ന് തട്ടി പൊടിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഓടിൻ്റെ കഷ്ണം, അല്ലെങ്കിൽ എംസാനിൻ്റെ ചെറിയ തരി കണക്കുള്ള ഇത് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് നമ്മൾ തന്നെ തട്ടിപ്പൊടിച്ചിട്ട് കൊടുക്കുക. വലിയ റിസ്ക് ഒന്നുമുള്ള പണിയൊന്നുമില്ല. കണ്ട ഇതൊക്കെ കണ്ട. അപ്പോൾ ഇത് കണക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരും വളരെ ഹാപ്പി ആയിട്ട് തട്ടേണ്ട താമസം തട്ടി തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ വന്നു തുടങ്ങും. പിന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ ഇഷ്ടിക. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ ഇതൊക്കെ തന്നെ ചെയ്യുക. ഞാനിവിടെ ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ ഒന്ന് ചെയ്തതന്നേ ഉള്ളൂ. പ്രാവുകളുടെയൊക്കെ ദഹനത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോകൾ പെട്ടെന്ന് ഞാനൊരു ഷോർട്സ് ആയിട്ടൊക്കെ ഇടും. അതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണക്ക് ചെറിയ ലോങ് വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മെഡിസിൻ കൂടെ കാണിച്ച് ഒരു മെഡിസിൻ്റെ ഒരു ഷോർട്സ് കൂടെ ഇടാം. അതും കൂടെ വാങ്ങി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാവൊക്കെ ചെറിയ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മരുന്ന് വാങ്ങി കൊടുക്കുന്നത് ബെറ്ററായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ കൊടുക്കുക. പ്രാവിനെ പറത്തുന്നത് നോക്കുക ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇന്നിപ്പോൾ ടൈം കയറ്റുമ്പോൾ 2 വെച്ച് തന്നെ ഇടുക. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ടൈം കയറത്തില്ല. കാരണം ഓരോ പ്രാവിനും ഓരോ അവസ്ഥയിലുള്ള പറവായിരിക്കും. അപ്പോൾ ഒന്ന് ഇറങ്ങാൻ ചിന്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ളതും കൂടെ ഇറങ്ങും. അപ്പോൾ 2 മാത്രം വിട്ട് ടൈം കയറ്റുക. അപ്പോൾ ഇന്ന് 2 വിട്ട് ടൈം കയറ്റുകയാണെങ്കിൽ നാളെ വേറെ 2 വിടുക. അങ്ങനെ വേണം ചെയ്യിക്കാൻ. അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ച് വിട്ടും കൊണ്ട് നിങ്ങൾക്ക് ടൈം കയറ്റാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് മണ്ടത്തരാണ്. പിന്നെ പറത്തുന്ന പ്രാവുകളെ ഒന്ന് ജസ്റ്റ് ഒരു രാവിലെയൊക്കെ ഒന്ന് അടച്ചിട്ടിട്ട് വൈകിട്ട് പറത്താൻ ശ്രമിക്കുക. ചില ഒറ്റയ്ക്ക് തന്നെ അവരെ ഇട്ട് പറത്താൻ ശ്രമിക്കുക. കാരണം ചുമ്മാ പറന്ന് നടന്നു കഴിഞ്ഞാൽ അവർ കയറി പറക്കുന്നത് കുറയും. കാര്യം അവർക്ക് ആ ഒരു ടെൻഡൻസി പറക്കാനുള്ള ഒരു ടെൻഡൻസി കുറയും. അപ്പോൾ ഇങ്ങനെ വീണ്ടും പ്രാവുകൾ തന്നെയാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ഹൈറ്റിൽ തന്നെ പറന്ന് കയറി നിൽക്കുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 5.5 മണിക്കൂർ അടുപ്പിച്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായിരുന്നാലും ഒരു നൈറ്റ് 2 മണിക്കൂറൂടെ കയറ്റണം. അപ്പോൾ അതിനിടയ്ക്ക് ഇവിടെ ഇരുന്നുള്ള ചെറിയ ചെറിയ പരിപാടികളല്ലേ. അപ്പോൾ മരുന്നുകൾ പ്രാവുകൾക്ക് കുറച്ച് അർജൻറ്റ് മരുന്നുകൾ വാങ്ങിച്ചിരിക്കുക.